നിന്റെ അന്ധത മാറുവാനായി നിന്റെ കണ്ണുകൾക്ക് എഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുക. കർത്താവ് വിലയ്ക്ക് വാങ്ങാനാണ് പറയുന്നത്. എല്ലാം ഉണ്ടെന്ന് നീ പറയുന്നുണ്ടല്ലോ, നീ വിലയ്ക്ക് വാങ്ങി. എന്ത് വിലയാണ് കൊടുക്കേണ്ടത്? ഇതൊക്കെ എന്ത് വില കൊടുത്താലാണ് കിട്ടുന്നത്? വിലയെല്ലാം കർത്താവ് കൊടുത്തു കഴിഞ്ഞില്ലേ? എല്ലാം സൗജന്യമാണെന്ന് നമ്മൾ പറയുന്നില്ലേ? അതെ, പക്ഷെ സഭയെ നിനക്ക് സൗജന്യമായി കിട്ടിയത് നീ നഷ്ടപ്പെടുത്തി. ഇനി നീ വില കൊടുക്കണം. എന്ത് വില കൊടുത്താൽ മതിയാകും? നിന്റെ അഹന്ത, നിന്റെ അഹങ്കാരം, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആത്മീയ അഹങ്കാരങ്ങൾ, കർത്താവിനെ വിട്ട് കർത്താവില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള നിന്റെ സ്വയ താല്പര്യങ്ങൾ, അത് നീ വിലയായി കൊടുത്ത് അവന്റെ പാദപീഠത്തിൽ വന്ന് വീഴണം. ഒരു കർത്താവ് പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാൻ. ഒരു ദരിദ്രൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്നത് പോലെ അവന്റെ പാദപീഠത്തിൽ വീണ് നിലവിളിക്കണം. ഇതെല്ലാം നഷ്ടപ്പെടുത്തി. കർത്താവേ, എനിക്കിത് വേണം. കർത്താവ്, എനിക്കിത് വേണം. അങ്ങയുടെ കൃപ, അങ്ങയുടെ വിശുദ്ധി, അങ്ങയുടെ വിശ്വാസം, അങ്ങയുടെ വചനം, കർത്താവെ, ആത്മീക ദർശനങ്ങളെ മടക്കി തരണമേ. എന്റെ സ്വാർത്ഥത കൊണ്ട്, എന്റെ അഹങ്കാരം കൊണ്ട്, ഞാനെന്ന ഭാവം കൊണ്ട് എനിക്ക് കർത്താവേ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതെ, ഞാനിതാ വിൽക്കുകയാണ്, നിന്റെ പാദപീഠത്തിൽ ഇടുകയാണ്. അവന്റെ മുമ്പിൽ വില കൊടുത്ത് മടങ്ങി വരിക.